പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യാശയോടുകൂടെ ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആകുലതകൾ, അസ്വസ്ഥതകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ മേഖലകളെ പ്രകാശപൂരിതമാക്കി മാറ്റണമേ. അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണമേ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഈ ഡിസംബർ മാസത്തിന്റെ 17-ാം തീയതി ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് കാരണമായ വചനം എന്ന് പറയുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനമാണ്. നമ്മൾ അവിടെ ഇപ്രകാരം വായിക്കുകയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കുന്ന വചനങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവിടുത്തെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കുമൊക്കെ അപ്പുറത്താണ് എന്ന് തിരിച്ചറിയാം. നമുക്കറിയാം, പശ്ചാത്തലം നോക്കുക. ജെറമിയായ പ്രവചനം നൽകുമ്പോൾ പ്രവാസത്തിന്റെ കാലഘട്ടം, ബാബിലോൺ പ്രവാസം, ദൈവത്തിന്റെ ജനം ഒരുപാട് മർദ്ദനങ്ങളുടെ, പീഡനങ്ങളുടെ മധ്യത്തില് അവര് നുകത്തിന്റെ കീഴിലാണ്. അവിടെ സമൃദ്ധിയില്ല, സ്വാതന്ത്ര്യമില്ല. ബാബിലോൺ തടവിൽ കിടന്നുകൊണ്ട് വീട് നഷ്ടപ്പെട്ട ജനം, ദേവാലയം തകർന്നു കിടക്കുന്നു, സ്വപ്നങ്ങൾ ചിതറിക്കിടക്കുന്ന അവസ്ഥയില് ദൈവം തന്റെ പ്രവാചകനിലൂടെ പറയുകയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോ പ്രിയമുള്ളവർ, നമ്മൾ പറയുന്നുണ്ടാവും, വചനം കേൾക്കുമ്പോൾ പോലും, കർത്താവേ, എത്രയോ ഞങ്ങൾ പ്രാർത്ഥിച്ചു, എത്രയോ അങ്ങ് ഞങ്ങൾ പ്രതീക്ഷ വെച്ചു, എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തില് തകർച്ചകളാണ്. ഇനി ഒരു കുടുംബം ഉണ്ടായിട്ടില്ല, ഇനിയാണ് ജീവിതാവസ്ഥയിൽ പ്രവേശിച്ചിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല, മാറാ രോഗങ്ങളാണ്, തകർച്ചകളാണ്, തകർന്ന കുടുംബ ബന്ധങ്ങളാണ്, വഴിവിട്ട മക്കളാണ്, ഒരുപാട് അസ്വസ്ഥതകളും മധ്യത്തിലും കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെന്തു പദ്ധതിയാണെന്ന് കർത്താവ് വ്യക്തമാക്കി. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം ഇന്ന് നമ്മോട് പറയുകയാണ്. ലോകത്തിന് എന്താ പറയാനുള്ളത്? ലോകം പറയുകയാണ്, പ്രശ്നങ്ങൾ വരുമ്പോൾ അറിയാണ് എന്താ പ്രതീക്ഷ എന്ന് പറയുന്നത്, പോസിറ്റീവ് തിങ്കിങ്. ഇന്ന് ലോകം പറയണതാണ് പോസിറ്റീവ് തിങ്കിങ്. ദൈവമില്ലാത്ത ലോകം ഈ പോസിറ്റീവ് തിങ്കിങ് മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, അതാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്നത്. ലോകം നൽകുന്നത് ഒരു നല്ല ചിന്തകൾ നമുക്കുണ്ട്, എല്ലാം ശുഭപ്രതീക്ഷയുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ലോകത്തിന്റെ കാഴ്ചപ്പാട്. അത്രേ ലോകത്തിന് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഹോപ്പ് എന്ന് പറയുന്നതാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറയുന്നു, എന്താണ്? ദൈവത്തിന്റെ പദ്ധതി എനിക്ക് നന്മ നൽകുന്നതാണ്, എനിക്ക് ശുഭമായ പ്രത്യാശ നൽകുന്നതാണ്. അത് എൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കർത്താവിന്റെ പ്രവചനം വാക്ക്, ഈ ജെറമിയ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയ, ഈ ജെറമിയയുടെ പ്രവചനം പൂർത്തിയാകുന്നത് ക്രിസ്മസിലാണ്, യേശു ക്രിസ്തുവിലാണ്. അതായത് ദൈവം തന്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതിന് തെളിവാണ്. തന്റെ പുത്രനെ കാലത്തിന്റെ പൂർണ്ണതയിൽ അവിടെ നിന്ന് ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ആ ക്രിസ്മസ് രാത്രിയില് ദൈവം പറയാണ്, നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല, നിന്റെ ജീവിതത്തിലെ ആ പ്രതീക്ഷ യേശു ക്രിസ്തുവാണ്. ഇന്ന് കുടുംബങ്ങളോടായിട്ട് ദൈവം കർത്താവ് പറയുന്നു, ഇന്ന് ബ്രോക്കൺ ഫാമിലീസ്, തകർന്ന കുടുംബങ്ങളാണ്, നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു കിടക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, നമ്മള് അങ്ങനെ ഒരു അവസ്ഥയില് ദൈവം എന്താണ് എന്നോട് പറയുന്നത്? ഇന്ന് യുവജനങ്ങൾ പറയുകയാണ്, ഇന്നൊരു എന്റെ ഭാവി വളരെയേറെ കൺഫ്യൂഷൻ നിറഞ്ഞതാണ്, ഒരു വ്യക്തതയില്ലാത്ത ഭാവി, ഒരുപാട് സമ്മർദ്ദങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മധ്യത്തിൽ ദൈവം യുവജനങ്ങളോട് എന്താണ് പറയുന്നത്? ഇന്ന് നമ്മോട് ഓരോരുത്തരും ദൈവം എന്താണ് പറയുന്നത്? ഫെയിലിയേഴ്സ് ഡു നോട്ട് ക്യാൻസൽ ഡെസ്റ്റിനി. നിന്റെ ജീവിതത്തിലെ നിന്റെ പരാജയങ്ങള്, നിന്റെ ജീവിതത്തിന്റെ ആ പ്രതീക്ഷ, നീ എത്തിപ്പെടേണ്ട ഇടം നിനക്ക് നഷ്ടപ്പെടുത്തുന്നില്ല. കർത്താവ് പറയുന്നു, ഇന്ന് ഈ 17-ാം തീയതി നീ പ്രത്യാശയിൽ നടക്കുക. കാരണം ദൈവത്തിന്റെ പദ്ധതി നിന്റെ ക്ഷേമത്തിനുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് നീ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെ മധ്യത്തിൽ നിനക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടാകുന്നില്ല. ഒരുപക്ഷെ ദൈവം നമുക്കത് മറച്ചു വെച്ചിട്ടുണ്ടാകും. നല്ല ഭാവിക്ക് വേണ്ടി, നല്ലത് സ്വന്തമാക്കാൻ വേണ്ടി, കൃപ കിട്ടാൻ വേണ്ടി, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്.
പ്രിയമുള്ളവരെ, ഈ ജെറമ്യാ പ്രവാചകന്റെ ഈ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, കാലത്തിന്റെ പൂർണ്ണതയിൽ വാഗ്ദാന പൂർത്തീകരണമായി കടന്നു വന്ന കർത്താവ്, എൻ്റെ നാശമല്ല, എൻ്റെ രക്ഷയാണ്, എൻ്റെ ക്ഷേമമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതെനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ആ അങ്ങയുടെ വലിയ പദ്ധതിയാണ്. കർത്താവ്, ഇതിനായിട്ട് എൻ്റെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് പ്രതീക്ഷയും അങ്ങയുടെ ജീവിതത്തിൽ പ്രത്യാശയും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.